ആദിവാസികൾക്ക് വീട് വെച്ച് നൽകി ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയ CPI നേതാവിനെതിരെ ആനി രാജയുടെ പിന്തുണ തേടി അട്ടപ്പാടിയിലെ കുടുംബങ്ങൾ. ആദിവാസികളുടെ അവകാശ പോരാട്ടത്തിനൊപ്പം നിൽക്കുന്ന നേതാവെന്ന് പറയുന്ന ആനി രാജയോട് അട്ടപ്പാടിയിലെ ആദിവാസി ഭവന പദ്ധതിയിൽ തട്ടിപ്പ് നടത്തിയ CPI നേതാവിനെതിരെ 7 വർഷമായി നടത്തുന്ന നിയമ പോരാട്ടത്തിൽ പിന്തുണ തേടി അട്ടപ്പാടി അഗളിയിലെ ബൂതിവഴിയൂരിലെ തട്ടിപ്പിനിരയായ കുടുംബങ്ങളുടെ തുറന്ന കത്ത്. അട്ടപ്പാടി ബൂതിവഴിയൂരിലെ ആദിവാസികളുടെ ഭവന നിർമ്മാണ ഫണ്ടിൽ 13.62 ലക്ഷം തട്ടിയെന്ന ക്രൈംബ്രാഞ്ച് കേസിലെ ഒന്നാം പ്രതി CPI മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം PM ബഷീറിനെ വയനാട് ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആനി രാജയുടെ നിലമ്പൂർ നിയോജക മണ്ഡല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറാക്കിയത് ആദിവാസി സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. അടിസ്ഥാന വിഭാഗത്തിനൊപ്പം നിൽക്കുന്ന അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദിവാസികളെ വഞ്ചിച്ച ചൂഷകനെ തിരഞ്ഞെടുപ്പ് പ്രചരണ നേതൃത്വം ഏൽപ്പിച്ചത് ഞെട്ടിക്കുന്നതാണ്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ വഞ്ചനയ്ക്കിരയായ ആദിവാസി കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീട് നൽകാനും വഞ്ചിച്ച PM ബഷീറിനെതിരെ നടപടിയെടുക്കാനും ആനി രാജയും CPI നേതൃത്വവും തയ്യാറാവണം. ആനി രാജയെ നേരിൽ കണ്ട് തങ്ങളുടെ വേദന അറിയിക്കാൻ പലതവണ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ആനി രാജയ്ക്ക് തുറന്ന കത്തെഴുതുന്നത്. അട്ടപ്പാടിയിലെ ബൂതിവഴിയൂരിലെ 7 കുടുംബങ്ങളുടെ വീട് നിർമ്മാണത്തിനുള്ള 13,62,500 രൂപ തട്ടിയെടുത്ത് വഞ്ചിച്ചതിന് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത 3 കേസുകളിലും ഒന്നാം പ്രതിയാണ് ബഷീർ. ഞങ്ങൾ വീടിൻ്റെ നമ്മളൊരു 15 വീടുകാരും നമ്മളൊരു കോൺട്രാക്റ്റുമായിട്ട് ഞങ്ങൾ വീട് കോൺട്രാക്റ്റായിട്ട് നമ്മൾ കൊടുത്തു. നമ്മൾ വീട് നമ്പറായ നമ്മളൊരു ജാക്കീർ എന്ന് പറഞ്ഞ അഗളി പഞ്ചായത്തിൽ വാർഡായിരുന്നു. അപ്പോൾ അവർ മുഖാമിയാണ് ഞങ്ങൾ വീട് കോൺട്രാക്റ്റ് കൊടുത്തത്. ഒരു 15 വീടുകളൊക്കെ നമ്മൾ കോൺട്രാക്റ്റ് കൊടുത്തായിരുന്നു. ATSP പ്രകാരം ITDPയിൽ നമുക്ക് വീട് കിട്ടിയായിരുന്നു. 3,82,000 നമുക്ക് വീടിൻ്റെ അമൗണ്ട് കിട്ടിയത്. അപ്പം അതിൽ ഞങ്ങൾ ഈ വാർഡ് നമ്പറായ ജാക്കീർ എന്ന് പറഞ്ഞ നമ്പർ പറഞ്ഞതാണ്, നിങ്ങൾ വീട് പാസ്സായിട്ടുണ്ട്, നിങ്ങളൊരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾ വീട് കെട്ടി പൂർത്തിയാക്കി താക്കോൽ തരാൻ നമ്മളോട് വന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ പോയി ഞങ്ങൾ ഈ 15 ആൾക്കാരെയും കൂട്ടി വിളിച്ച് അതിൽ നിലമ്പൂർ ബഷീറും ഗഫൂറും നാളെ എന്നെ അറിഞ്ഞ സുഹൃത്തുക്കളുണ്ട്, അവർ 3 മാസത്തിനുള്ളിൽ വീട് കെട്ടി പൂർത്തിയാക്കിയിട്ട് നമുക്ക് താക്കോൽ തരാമെന്ന് നമ്മളൊപ്പം എല്ലാവരെയും പറഞ്ഞ് വിശ്വസിക്കാൻ വെച്ചിട്ട് നമ്മൾ വീട് കോൺട്രാക്റ്റും കൊടുത്തു. ആ കൊടുത്ത ശേഷം നമ്മളും ഉള്ള ഘട്ടമായിട്ട് നമ്മൾ തറയ്ക്കും ചുമരിനുള്ള പിന്നെ വാർപ്പിനുള്ള പൈസകളൊക്കെ അങ്ങനെ ഘട്ടമായിട്ട് എടുത്തു കൊടുത്ത ശേഷം നമ്മളുടെ ഈ വീടുകളും സിമെൻറ്റ് കുറവായിട്ട് ഒരു പാറപ്പൊടിയും വെച്ചിട്ട് കെട്ടി തന്നിട്ട് ഒരു വിള്ളലാണ് ഇപ്പോൾ. പിന്നെ അതും കൂടാതെ ഈ 3,82,000 എടുത്തു കൊടുത്തിട്ടും പിന്നെ നമ്മുടെ ലൈഫിൻ്റെ പൈസ നമ്മളുടെ അക്കൗണ്ടിലേക്ക് കയറും. വെൽഡിങ് പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈഫ് മിഷൻ്റെ പൈസ നമ്മൾ കരാറുകാരായിട്ട് അവർക്ക് 3,82,000 നമ്മൾ കരാർ കൊടുത്തത്. അതിൻ്റെ മേലെ ലൈഫ് മിഷൻ്റെ പൈസ 1,22,500 രൂപയും വെച്ച് 7 പേരുടെ പൈസ അവർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ആധാർ ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ ബഷീർ കോൺട്രാക്റ്റ് ആള് നമ്മളുടെ ഒരു ദിവസത്തിന് മുമ്പിൽ വന്നിട്ട് നിങ്ങൾ കോൺട്രാക്റ്റ് ഈ വീടൊന്നും നമുക്ക് ഇനി ഒന്നും കൂടി നിങ്ങൾക്ക് ബെൻഡിങ് പണികളൊക്കെ ചെയ്തു തരാം, ആധാർ ലിങ്ക് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് പൈസ കയറുമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഘട്ടമായിട്ടുള്ള പൈസകളൊക്കെ എടുത്തു കൊടുത്ത് ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ പോയി. പിറ്റേ ദിവസം പോയിട്ട് ഞങ്ങൾ ബാങ്കിൽ പോയി 7 പേരും ഒപ്പിടിച്ചിട്ട് ഞങ്ങൾ വന്നു. നിലമ്പൂർ മയ്യന്താനിയിലെ അബ്ദുൽ ഗഫൂർ, അട്ടപ്പാടിയിലെ പഞ്ചായത്ത് അംഗമായിരുന്ന ജാക്കീർ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. രംഗി, രേഷി, കലാമണി, പാപ്പാൾ, കാളിങ്കാടൻ, ശാന്തി, ചെല്ലി എന്നിവരാണ് തട്ടിപ്പിനിരയായത്.